ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ ഊണ് തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഊണ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനിതൊരു തെർമൽ കുക്കറിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ നല്ല കൊഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ അവിയൽ വയ്ക്കാൻ നല്ല നാടൻ ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാം. ഉമ്മ ഇന്നലെ വന്നപ്പോൾ കൊണ്ട് തന്നതാണ് എനിക്ക് ഈ ചേമ്പ്. അപ്പോൾ ഇപ്പം ഞാനിതെല്ലാം ഇവിടെ വൃത്തിയായിട്ട് വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി 2ആയിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കൊഞ്ച് കറി വെക്കാനായിട്ടുള്ള മസാലയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊഞ്ചൊരു കുടംപുളി ഇട്ട് ഒരു കറിയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു വച്ചിട്ടുണ്ട്. ഈ പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളി ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കുടംപുളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളമില്ലേ, അത് ഒഴിച്ച് ഒരു ഗ്രേവി പോലെ ഒന്ന് കലക്കി വയ്ക്കാം. കറിക്ക് നല്ല ഒരു തിക്കായിട്ട് കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവയും കടുകും ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി 2ആയിട്ട് ഒന്ന് അരിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതേ ഉള്ളൂ ചുമന്നുള്ളി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ കിടന്ന് വാടുമ്പോൾ അതങ്ങ് നല്ലതുപോലെ വെന്ത് വന്നോളും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ആ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഇച്ചിരി വലിയ കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഈ കറി വയ്ക്കാൻ കുറച്ചുകൂടെ ചെറിയ കൊഞ്ചായിരിക്കും നല്ലത്. നമ്മൾ ആ തലയോടുകൂടി തന്നെ ഈ കൊഞ്ച് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ട് ആ കൊഞ്ച് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി വലിയ കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ കൊതുത്ത് വെച്ച കുടംപുളിയും കൂടി ഇതിനോടൊപ്പം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഞാൻ കൊഞ്ചിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആവിയൊക്കെ കയറി വന്നതിന് ശേഷം നമുക്ക് കലക്കി റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇച്ചിരി ചാറോട് കൂടിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ ചേമ്പ് അവിയൽ വെക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയും 2 ചുമന്നുള്ളിയും 3 അല്ലി വെളുത്തുള്ളി 1 പച്ചമുളകും 3/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ആ അരപ്പ് അരിഞ്ഞു വെച്ചിരുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ജാറ് കഴുകിയ അരപ്പ് വെള്ളവും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചേമ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കൊഞ്ച് കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ കൊഞ്ച് കറി നല്ല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയൊന്ന്. ഈ കറി പണ്ട് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന കറിയാണ്. ഇപ്പോൾ ചേമ്പും അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചേമ്പ് അവിയൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും നന്നായി മൂപ്പിച്ച് അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ അവിയലിന് ഇതുപോലെ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നമ്മൾ അടിപൊളി ചേമ്പ് അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചോറും കൊഞ്ച് കറിയും ചേമ്പ് അവിയലും റെഡിയായി. ഇത്രയും മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ ഊണ് കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല കോമ്പിനേഷനുമായത്. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.